ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ മട്ടർ മസാല റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനൊരു 300 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്, പച്ചപ്പട്ടാണി. അപ്പോൾ നമുക്ക് ഫ്രോസൺ പീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉണങ്ങിയിട്ടുള്ള ഗ്രീൻ പീസ് അത് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ചെറിയൊരു പാത്രത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ്, വെളിച്ചെണ്ണയല്ല. അതിലേക്ക് വലിയൊരു സവോള ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ചെറിയ സവോള ആണെങ്കിൽ 2 എടുക്കണം, കാരണം നമുക്കിതൊന്ന് അരച്ച് ഗ്രേവി ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് ആ കറിക്ക് അത്ര ഒരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ റഫായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ, സ്ലൈസ് ആക്കിയിട്ടൊന്നുമില്ല. ഇത് വഴറ്റി അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ സവോള ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സവോള ഒന്ന് വഴണ്ട് വരട്ടെ. ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുവാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പം നിങ്ങളടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പ്. അടുത്തതായിട്ട് ഇതിലേക്ക് 2 തക്കാളി, അതും വലുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി ഉടഞ്ഞു വരട്ടെ. ഇപ്പോൾ ഈ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. ഇപ്പം നമ്മൾ ആ തക്കാളി സവോളയുടെ കൂട്ട് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. പിന്നെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കരുത്. ഈ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരല്പം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഈ തീ ഓഫാക്കാം. ഇനി നേരെ ഈ എണ്ണയിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ നല്ല തീയിലിരുന്നിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ഇടുന്ന പാടെ അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ ആ തീ അങ്ങ് ഓഫ് ചെയ്യുവാണ്. അതിനുശേഷം കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. ഇപ്പം നോർമൽ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ അതങ്ങ് മൊരിഞ്ഞോളും. അപ്പോൾ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓണാക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. പതിയെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിറച്ച് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ടൊമാറ്റോ പ്യൂരി, ഇപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്തേക്കുന്ന ഈ പ്യൂരി നന്നായിട്ട് ഒന്ന് തിക്കായിട്ട് എണ്ണ തെളിഞ്ഞു വരണം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് നമുക്കിതെങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തനിയെ നന്നായിട്ട് തിക്കായിട്ട് എണ്ണ തെളിഞ്ഞു വരും. ഇപ്പോൾ കണ്ടു, ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, തിക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് ഒന്ന് വിട്ടു വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് പീസാണ്. ഈ ഫ്രഷ് പീസിനാണ് മട്ടർ എന്ന് പറയുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഗ്രേവിയുടെ തിക്നെസ് ഒന്ന് നോക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ ഈ ഗ്രേവി ഇരിക്കുന്നത്. കുറച്ചുകൂടി ലൂസാക്കണമെങ്കിലും ആക്കാം, പക്ഷെ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലല്ല ഈ ഗ്രേവി ഇരിക്കേണ്ടത്. അല്പം തിക്കായിട്ടിരിക്കണം. ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് സമയം എടുക്കുമ്പോഴത്തേനും ഈ പീസ് അങ്ങ് വെന്ത് കിട്ടും. അതിന് ശേഷം വേണം പനീർ ചേർക്കാൻ. ഫ്രഷ് പീസാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത്രയും മതി. നമുക്കിനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല. അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കസൂരി മേത്തി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് മല്ലിയില. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ മട്ടർ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിന്ന് സെർവ് ചെയ്യാം.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ മട്ടർ മസാല ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ബൈ.